കാലത്ത് സത്യം പറഞ്ഞ വലിയ വലിയ ആക്ടേഴ്സിന് വേണ്ടിയൊക്കെ ആണ് എഴുതേണ്ടി വന്നത് അല്ലെ? ഇപ്പൊ മമ്മൂട്ടി, മോഹൻലാൽ എല്ലാവരും സ്വന്തം കഥയിൽ അഭിനയിച്ചു. ഇപ്പോ അവരെ വെച്ചൊരു കഥ എഴുതണം അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഒരു സിനിമ ചെയ്യണം എന്നൊക്കെ തോന്നുന്നു. ലാലിനുണ്ട്. ഞങ്ങൾ ആ സ്നേഹം വന്ന് ഇപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് കഥ പറഞ്ഞു ലാൽ ഇഷ്ടപ്പെട്ടു എഴുതണം. പക്ഷെ അപ്പോഴത്തെ നമുക്ക് വരുന്ന പ്രൊഡ്യൂസറും വരുന്ന ഡയറക്ടറും പോലെ നമ്മൾ ആ സബ്ജക്റ്റിലേക്ക് പോകും. നിഷാദ് വന്നു, ഞങ്ങൾ തമ്മിലൊരു അടുപ്പമുണ്ട്. അപ്പോൾ ഒരു കഥയിലേക്ക് അപ്പോൾ നമ്മളിനി ആ കഥ കഴിയണം. ഒന്നാമത് ഒരു കൊല്ലം ഒരു രണ്ട് കൂടുതലൊക്കെ എഴുതാനൊക്കത്തില്ല. അപ്പം സമയം അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. വയസ്സാവുന്നു എന്നുള്ള ഭയം ഉണ്ടോ? ഇല്ല, ഒരു ഭയമില്ല. എത്രയും വേഗം വയസ്സായി എത്രയും വേഗം ഇവിടുന്ന് പോവുക എന്നുള്ള ആഗ്രഹിക്കുന്നവരാണ്. എന്താ അങ്ങനെ? അതിനോടല്ല, ലൈഫ് ഇസ് എ റെപ്പറ്റീഷൻ. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത്. ഞങ്ങളെ ഭയങ്കര ഭയങ്കര അഭിപ്രായത്തിലുള്ള ഞാൻ ഭയങ്കര ഫിലോസഫിക്കലായിട്ടുള്ള ആളാണ്. വയസ്സ് 54 കഴിഞ്ഞു. ഇനി നമുക്ക് പ്രായമാകണ്ടേ, മരിക്കണ്ടേ? 54 വയസ്സിന് വയസ്സാണ് അല്ല. പക്ഷെ ഞാൻ മാനസികമായിട്ട് കൂടുതൽ വയസ്സായിട്ടുള്ള ആളാണ്. കാരണം ജീവിതത്തിന്റെ അനുഭവങ്ങൾ കൊണ്ട് നമ്മളങ്ങ് വയസ്സാവും. എന്നാലും അച്ഛനോളൊന്നും ജീവിതത്തെ അനുഭവിച്ചില്ല. ഇല്ല ഇല്ല അല്ലേ? ടെൻഷൻ കാരണമൊന്നുമല്ല, ഫിലോസഫി അല്ല. അതിന്റെ അല്ല, നമ്മൾ വേറെ പോലെ നമ്മൾ അനുഭവിച്ചില്ലേലും മറ്റുള്ളവരുടെ അനുഭവങ്ങൾ നമുക്ക് അനുഭവിക്കാൻ പറ്റും. അതാണ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ആക്ച്വലി കഥാകൃത്ത് അല്ലെങ്കിൽ റൈറ്റർ എന്ന് പറയുന്നത് എത്രയോ ജീവിതങ്ങൾ അനുഭവിക്കും. പ്രായമെത്തിയ പോണോ ശരിക്കും ഭൂമിയിൽ പിന്നെ നിൽക്കരുതെന്നാണോ? എന്താ സംശയം? എന്താ നമുക്ക് നഷ്ടമാവുന്നത് ഇവിടെ? ഇവിടെ നമ്മളൊന്നും നഷ്ടമാകുന്നില്ല. നമ്മളെന്ത് നഷ്ടപ്പെടുന്നത്? ഒന്നും കൊണ്ടുവന്നില്ലല്ലോ. കൊണ്ടുപോകുന്നില്ല. ഇത് മുഴുവൻ നമ്മുടെ മനസ്സിൽ കൂടെ കഴിഞ്ഞു പോകുന്ന കുറെ ധാരണകളല്ലേ. നമ്മൾ ആരൊക്കെയാണെന്നും ഇതൊന്നുമല്ല. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു. നസീർ സാറിനെ നമുക്ക് എത്ര ഇഷ്ടമാണ്. അദ്ദേഹത്തിന്റെ ഒരു പാട്ട് വരുമ്പോൾ ഇന്നത്തെ തലമുറ എന്റെ മോൻ ഉടനെ ചാനൽ മാറ്റി. എനിക്ക് വേദന തോന്നിയിട്ടുണ്ട്. എനിക്ക് ആ പാട്ട് കാണണം എന്ന് പറഞ്ഞാൽ ആ പാട്ടല്ല, നസീർ സാറിനെ ഒന്നുകൂടെ കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ്. കാരണം നമുക്ക് അദ്ദേഹത്തേക്ക് നേരിട്ട് പരിചയം ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ പഠിക്കുന്ന കാലത്ത് ഏറ്റവും വലിയ ഹീറോയാണ്. എന്റെ മോൻ അത് ഹീറോയല്ല. അപ്പൊ എത്ര ക്ഷണികമാണ് നമ്മുടെ ലൈഫ്. അപ്പൊ ഈ നാളെ ഇത് മമ്മൂട്ടിയുടെ മോഹൻലാലിനെയും മാറ്റും, എല്ലാവരുടെയും മാറ്റും, നമ്മുടെയും മാറ്റും. അപ്പൊ ഇതിനകത്ത് വാട്ട് ഇസ് സോ ഗ്രേറ്റ് അബൌട്ട് ഇറ്റ്? അപ്പൊ നമ്മൾ വന്നു പോകുന്ന ഒരു പ്രവാസമാണത്. ഒരു പ്രവാസ ജീവിതമാണ് ഇത് ആക്ച്വലി. ഇതല്ല നമ്മുടെ ഹോം. അപ്പൊ ഞാൻ ഇച്ചിരി സ്പിരിച്വൽ ഏരിയാസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഏരിയയിലോട്ട് പോകും. കുറച്ച് എല്ലാം ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുന്നു അല്ലെ? ബന്ധങ്ങൾ, സ്നേഹം, നേരത്തെ പറഞ്ഞ മാതിരി പ്രണയം. എനിക്ക് വേണം അതെ. എനിക്ക് വേണിച്ചേട്ടൻ, മുരളി ആ ഗ്രൂപ്പൊക്കെ പോയതോടുകൂടി ആ ലെവലിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഒരാളിപ്പോ ഇല്ല. അതൊക്കെ വലിയ അതിനെ റീപ്ലേസ് ചെയ്യുന്നതിന് വേറെ ആൾക്ക് വരാൻ ഒക്കത്തില്ല. നേരത്തെ എന്നോട് പറഞ്ഞു പ്രണയമില്ലാതായി കഴിയുമ്പോ തന്നെ എല്ലാം തീർന്നു. റൊമാൻസിന് ത്രില്ലെന്ന് പറയുന്ന ഒരു പീരീഡ് കഴിയുമ്പോൾ നമ്മളെ പ്രണയം നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാം? രണ്ട് കാര്യങ്ങളുണ്ട്, 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടേതല്ല എന്ന് നമുക്ക് നന്നായിട്ട് അറിയാവുന്നുണ്ട്. 2, ഇനി എപ്പോൾ കാണാൻ പറ്റും എന്നുള്ള അനിശ്ചിതാവസ്ഥ. 2, നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള പേടി. ഈ 3 കാര്യങ്ങളാണ് ഈ മാജിക് തന്നെ നിലനിർത്തുന്നത്. വിവാഹം കഴിച്ചാൽ ഈ 3 കാര്യവും പോയി. ഇത് 3 പോയില്ലേ? വിവാഹം. അതുകൊണ്ടാണ് പല കാമുകിമാരും ഭാര്യമാരായതിനു ശേഷം ഇദ്ദേഹത്തിന് ഇപ്പൊ പഴയ പോലെ പ്രേമമില്ലെന്ന് പറയുന്നതിന്റെ കാര്യം. കാരണം ഈ 3 കാര്യം സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞു. പിന്നെ പുരുഷന്റെ സംഭവം എന്താ അറിയോ? ആളാകുക, ലോകത്ത് ആ കാര്യങ്ങൾ പിടിച്ചടക്കാനുള്ള ഓട്ടത്തിന് ഭരിക്കുക. അല്ല പിന്നെ അല്ല ലൈഫ് അതുകൊണ്ട് പറഞ്ഞു. ഞാൻ വലിയ ഭരണത്തിനൊന്നും പോകുന്ന ആളല്ലേ. അതെ, പല ആണുങ്ങൾക്കുള്ള കുഴപ്പം ഫ്രീഡം കൊടുക്കണം. ഞാനിപ്പോ സെല്ലിലൊരു കോൾ വന്നാൽ ആരുടെ ഒന്നും നോക്കാറില്ല. ചില ആണുങ്ങളൊക്കെ വിളിച്ചിട്ട് ലത ഉണ്ടോന്ന് കൊടുക്കും. ഞാൻ എന്നിട്ട് അപ്പോഴേ പൊക്കളയും. അല്ലാതെ ഇവൻ ഇതാരാ, ഇതെന്താ, കുളിക്കാൻ പോകുമ്പോൾ വിളിച്ചു. ഫ്രീഡം കൊടുക്കണം പെണ്ണുങ്ങൾക്ക്. ആ പലയിടത്തും പ്രോബ്ലം വരുന്നത് അതുകൊണ്ടാണ്. ഈ ഫ്രീഡം ഇല്ലായ്മയാണ്. തിരിച്ചും കൊടുക്കണം. ഇപ്പൊ ഞാൻ സിനിമയാണെന്നും പറഞ്ഞ് എന്റെ സെല്ല് തപ്പാൻ തുടങ്ങിയാൽ സമാധാനം നഷ്ടപ്പെടും. പിന്നെ നമ്മളെല്ലാം മനുഷ്യരാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയും, ചിരിക്കും, കളിക്കും. ഈ ചിരി പഞ്ചാരയൊക്കെ അടിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. അതൊന്നും ഒരു വലിയ ടെൻഷൻ ആക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനത് മോശമായിട്ട് പറയല്ലേ. വി ആർ ഓൾ പീപ്പിൾ. അപ്പൊ ഇതൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഇത് പൊക്കോണ്ടിരിക്കേണ്ടത്. പലപ്പോഴും ഇപ്പൊ എനിക്ക് ഡിവോഴ്സിന്റെ കാണുമ്പോഴേ കല്യാണം കഴിച്ചു ഒരാഴ്ച കഴിയുമ്പോഴേ കൂടി വരികയാണ്. അപ്പൊ 2-3 കാര്യങ്ങളായിരുന്നു ഞാൻ മനസ്സിലായത്. ഒന്ന്, ആവശ്യമില്ലാത്ത പ്രതീക്ഷകൾ, വിവാഹത്തെക്കുറിച്ച് തെറ്റായ ധാരണകൾ, പിന്നെ പരസ്പര വിശ്വാസമില്ലായ്മ, ഭയങ്കരമായ എന്റേതെന്ന് മാത്രമായി പിടിച്ചു വെക്കാനുള്ള ആഗ്രഹം, ഫ്രീഡംലെസ്നെസ്. ഇങ്ങനെ ഒരു കുറെ ഏരിയാസ്. സാമ്പത്തികം ഒരു വലിയ പ്രശ്നമാണ്. പക്ഷെ വേറെ ഒന്നുണ്ട്. ഇപ്പൊ കല്യാണം കഴിക്കുന്നവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും പ്രൊഫഷണൽസാണ്. ഈ പ്രൊഫഷണൽസിന് ഇടയിലാണല്ലോ ഏറ്റവും കൂടുതൽ ഡിവോഴ്സ്. അപ്പൊ ഈഗോ വർക്ക് ചെയ്യും. അപ്പൊ അതൊക്കെ സ്നേഹമില്ലായ്മയാണ്. അതൊക്കെ
അപ്പൊ അടുത്ത പ്രോജക്ട് ഏതാ നീ അടുത്ത്? അടുത്ത നിഷാദിന് വേണ്ടിയാണ്. രണ്ട് കഥ ആകാതെ പറയാൻ പാടില്ല. ഒന്നും അത് തീരുമാനിച്ചില്ല. ഇങ്ങനെ കഥ ഈ ആക്ടേഴ്സിന് വേണ്ടി കഥ എഴുതുന്ന ഒരു സ്വഭാവം ഉണ്ടോ, അതോ കഥയ്ക്ക് വേണ്ടി ആക്ടേഴ്സിന്? അല്ല, ആക്ച്വലി നമ്മൾ സത്യം പറയാന്നറിയാമോ, നമ്മളൊരു ഒരു ക്യാരക്ടർ വന്നു കഴിഞ്ഞാൽ ഇതിന് പറ്റുന്ന ആർട്ടിസ്റ്റ് ആരെന്ന് നമ്മൾ മനസ്സിൽ ചിന്തിക്കും. അത് എഴുതി തുടങ്ങുമ്പോ തന്നെ. അല്ലാതെ ആദ്യമേ ഒരാൾ വന്ന് പറയുന്നു ഇന്ന ആളുടെ ഡേറ്റ് എന്റെ കയ്യിലുണ്ട്, ആ വ്യക്തിക്ക് വേണ്ടി ഒരു കഥ എഴുതണം, അങ്ങനെ പറ്റും. പക്ഷെ ഇവിടെ ഏറ്റവും കൂടുതൽ അതല്ലേ. അത് നിവൃത്തിയില്ല. ജീവിക്കാൻ വേണ്ടി ഇതിനകത്തുള്ള പ്രശ്നം അറിയാം. ഇപ്പൊ നമ്മൾ പ്രൊഫഷണൽ ആവുന്നതോടുകൂടി സാമ്പത്തികം ഒരു വലിയ വിഷയമാണ്. അപ്പൊ അതുകൊണ്ട് ഒരാൾ റൈറ്ററായിട്ട് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അയാൾ ഇതിനൊക്കെ വശംബദ്ധനായേ ഒക്കത്തുള്ളൂ. എനിക്ക് ആകാൻ കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞത് എനിക്ക് ഹോട്ടലുള്ളതുകൊണ്ടാണ്, വേറെ ലൈഫുള്ള ബിസിനസ് ഉള്ളതുകൊണ്ടും ഭയമില്ലാത്തതുകൊണ്ട് സിനിമ എല്ലാം ഇല്ല എന്നുള്ള ധൈര്യം എനിക്ക് ഉള്ളതുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. എത്ര പേർക്ക് നിൽക്കാൻ പറ്റും? അപ്പം ഒരുപാട് വെട്ടിനും കുത്തിനും ഒക്കെ നമ്മൾ സഹിക്കാൻ തയ്യാറാകേണ്ടി വരും. ഇനി റൈറ്റർ, ഇനി ഡയറക്ടർ, അതർവൈസ് യു ആർ എ വെരി സെലിബ്രേറ്റഡ് ഒരു റൈറ്റർ ഡയറക്ടറെ നമുക്ക് കമാൻഡ് ചെയ്യാൻ പറ്റും. എത്ര കമാൻഡ് ചെയ്താലും ഒരു പടം വീണാൽ മതി, വീണ്ടും പഴയ അവസ്ഥയിലേക്ക് വരും. അപ്പോ നമ്മൾ കുറെ നേരം സംസാരിച്ചു കേട്ടോ. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. വളരെ സന്തോഷം, കുറെ കാലങ്ങൾക്ക് ശേഷം കണ്ടതും കുറെ വിശേഷങ്ങൾ പറഞ്ഞതും. നീ നല്ല നല്ല കഥകൾ, തിരക്കഥകളൊക്കെ സംവിധാനം ചെയ്യാൻ താല്പര്യമുണ്ടോ? അതുപോലെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ചെയ്യുകയാണെങ്കിൽ വലിയ എക്സ്ട്രീംലി സീരിയസ് സിനിമ ചെയ്യത്തുള്ളൂ, അല്ലാണ്ട് ഈ കൊമേഴ്ഷ്യൽ സിനിമയിൽ അതിനുള്ള താല്പര്യമില്ല. സ്വന്തം കഥ തന്നെ സംവിധാനം ചെയ്യണം എന്നാണോ? അതെ, ഉണ്ടല്ലോ, മനസ്സിൽ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. അപ്പോ നല്ലൊരു സംവിധായകനായി വരട്ടെ, നല്ല നല്ല കഥകളും തിരക്കഥകളൊക്കെ ഉണ്ടാവട്ടെ, ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള ഭാഗ്യമുണ്ട്. അതെ, തീർച്ചയായിട്ടും. സന്തോഷം.